Dear students, very good morning all. All are welcome to Business Management new video classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. നിങ്ങൾ പ്ലസ് ടു ലെവലിലൊക്കെ കേട്ട് പരിചയമുള്ള ഭാഗമാണ്. ദെൻ എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ, then what are the silent features of management by exception, then importance and advantages and disadvantages of management by exceptions. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മേജർലി what do you mean by management by exception? Management by exception. Short form MBE. For write a short note, or what do you mean by management by exception, or MBE? It is an employee empowerment and management style, policy or philosophy wherein managers intervene only when their employees fail to meet their performance standards. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷനിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നു. നമ്മൾ പാർട്ടിസിപ്പേഷൻ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം അതിനകത്ത് മിയർ വർക്കർ എന്ന് ട്രീറ്റ് ചെയ്യാതെ എല്ലാ ആളുകളെയും ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിലെ എക്സിക്യൂട്ടീവ്സ് ഓർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നു. ആ ഡിസിഷൻസ് മുഖേന ലോവർ ലെവലിലുള്ള, അതായത് മിഡിൽ ലെവല് അതുപോലെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഒരു എംപവർമെൻറ്റ് പകർന്നു കൊടുക്കുകയാണ്. അതുപോലെ ഒരു സ്റ്റൈല്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്റ്റൈലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒരു പോളിസിയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒരു ഫിലോസഫിയാണ്. ദെൻ wherein managers intervene only when their employees fail to meet their performance standard. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആ ഒരു ബജറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ ആക്ച്വൽ പെർഫോമൻസ് എന്തായി, ആക്ച്വൽ പെർഫോമൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഇടപെടുന്നു. അപ്പോൾ റുട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എല്ലാം ടോട്ടലി മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സിന് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഡിസിഷൻസ് എടുക്കുന്നു, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുന്നു. ദെൻ അപ്പോൾ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവലിൽ അതുപോലെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സ് ആയിരിക്കും, അതുപോലെ വർക്കേഴ്സും. അപ്പോൾ ആ വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബജറ്റ്, അതിൽ അവർ ഫെയിലിയർ ആയാൽ, ദാറ്റ് മീൻസ് അവർ പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫെയിലിയർ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതിൽ ഇൻവോൾവ് ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫെയിലിയർ ആയി, അപ്പോൾ അതിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇൻ്റർവെൻ ചെയ്യുന്നു ആര്, ടോപ്പ് ലെവൽ മാൻ. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരു സ്റ്റൈലല്ലേ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പോളിസി അല്ലേ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരു ഫിലോസഫി അല്ലേ. അതായത് ഏതെങ്കിലും പ്രോബ്ലംസ് എവിടെയെങ്കിലും അറൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് എവിടെയെങ്കിലും അറൈവ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ് ലെവലിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് മാനേജേഴ്സ് ഇൻ്റർവെൻ ചെയ്യുന്നു. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ റുട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും മിഡിൽ ലെവലിലും ലോവർ ലെവലിലുള്ള മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുള്ള ഡിസിഷൻസ് എടുത്തിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ഇഫ് ദ ആക്ച്വൽ പെർഫോമൻസ് ഡസ് നോട്ട് ഷോ എ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ, no action need to be taken.
അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആക്ഷൻ എടുക്കുന്നിടത്ത് യാതൊരു തരത്തിലുള്ള ഡീവിയേഷൻസും സംഭവിച്ചിട്ടില്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ ആക്ച്വൽ പെർഫോമൻസ് ഡസ് നോട്ട് ഷോ എ സിഗ്നിഫിക്കൻ്റ് ഡീവിയേഷൻ. ഇപ്പോൾ കാതലായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നിടത്ത് ഡീവിയേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, നോ ആക്ഷൻ നീഡ്സ് ടു ബി ടേക്കൺ ബൈ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ? ഇറ്റ് ഹെൽപ്സ് ടു സീനിയർ മാനേജ്മെന്റ് ടു കോൺസെൻട്രേറ്റ് ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്. അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനും അത് ഫോർവേഡ് ചെയ്യുന്നതിനും അത് ഡെലിഗേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്. ഓക്കെ, ഇഫ് ദ ഡീവിയേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്, the issue is reported to senior management for evaluation and rectification. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി മിഡിൽ ലെവലിലും ലോവർ ലെവലിലേക്കും ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡെലിഗേറ്റ് ചെയ്ത സമയത്ത് അവിടെ പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടായാൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നു? അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് റെക്ടിഫൈ ചെയ്തു പോവുകയും ചെയ്യും. അതാണ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുക. ദിസ് കോൺസെപ്റ്റ് ഫോക്കസ്ഡ് ബൈ സീനിയർ മാനേജർ ഓൺലി ഓൺ ദോസ് ഏരിയാസ് ഇൻ നീഡ് ഓഫ് അറ്റൻഷൻ. വളരെ സുഖമാണ്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് വെറും തീരുമാനങ്ങൾ എടുക്കലും ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ലോവർ ലെവലിലേക്ക് അല്ലെങ്കിൽ മിഡിൽ ലെവലിലേക്ക് ഫോർവേഡ് ചെയ്യലും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായ ഡ്യൂട്ടീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എന്താണോ, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ട പോളിസീസ് എന്തെല്ലാമാണോ, അല്ലെങ്കിൽ കമ്പനി എത്രമാത്രം ഫോർവേഡ് ലുക്കിംഗ് ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു അവസരം എന്ത് ചെയ്യുന്നു? ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഈ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷനിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഹിയർ സബ്സ്റ്റാൻഷ്യൽ ഡെലിഗേഷൻ ബൈ ദ മാനേജർ ടു ഹിസ് ടീം. അപ്പോൾ അവരുടെ ടീമിന് എന്ത് ചെയ്യുന്നു? ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അവരെന്ത് ചെയ്യുക? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എക്സാമിനിങ് ദ ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ റിസൾട്ട്സ്. ഇപ്പോൾ സാധാരണഗതിയിൽ അധികവും ഇത് അപ്ലൈ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്ടറിലാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള തുക ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ട്രാൻസാക്ട് ചെയ്ത സമയത്ത് ആവശ്യമായിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് തികയാതെ വന്നോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ഇവന്റിന് വേണ്ടിയിട്ട്, ഒരു സ്കീമിന് വേണ്ടിയിട്ട് സർട്ടൺ എമൗണ്ട് എന്ത് ചെയ്യുന്നു? നീക്കി വെച്ചു. ആ എമൗണ്ട് ആ ഒരു ഇവന്റ് ട്രാൻസാക്ട് ചെയ്ത് നോക്കുമ്പോൾ മേ ബി അത് എക്വയർ ആവാം, അല്ലെങ്കിൽ അത് തികയാണ്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് എക്സസ് ആയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് ബജറ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഒരു ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ബജറ്റും ആക്ച്വൽ പെർഫോമൻസും എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. It is the practice of examining the financial and operational results of a business and only bringing issue to the attention of management if results represents substantial difference from the budgeted or expected. അപ്പോൾ നമ്മൾ ബജറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടും അത് ട്രാൻസാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ടും തമ്മിൽ ഡീവിയേഷൻസ് വല്ലതും ഉണ്ടായോ ചെക്ക് ചെയ്യണം. അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇൻറർവെൻ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ദെൻ വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് MPE? ഫീച്ചേഴ്സ് എന്താണ്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് എ സിസ്റ്റം. നമ്മൾ പറഞ്ഞു ഇതൊരു പോളിസിയാണ്, ഇത് മാനേജ്മെന്റ് ഒരു സ്റ്റൈലാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്. ദെൻ ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ ബിസിനസ് റിസൾട്ട്സ് ആർ
compared against the result that were either budgeted or planned. ഓക്കെ, അപ്പോൾ റിസൾട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് കമ്പാരിസൺ ആണ്. എങ്ങനെയാണ് കമ്പാരിസണ്? അതായത് നമ്മൾ പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ബജറ്റഡ് ആയിട്ടുള്ളതും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. Then second one, top executives intervenes in significant matter. അപ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് മാറ്റർ, റുട്ടീൻ മാറ്റേഴ്സ് ഒക്കെ ആരാണ് ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടാവുക? ലോവർ ലെവലിലും മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സുമാണ്. അപ്പോൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്തു മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇന്റർവെൻസ് ഇൻ സിഗ്നിഫിക്കന്റ് മാനേഴ്സ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജേഴ്സ് എന്തിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് വൺ, മൈനർ ഡീവിയേഷൻസ് മേ ബി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ലോവർ ലെവൽ സുപ്പീരിയേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമേ ആര് ചെക്ക് ചെയ്യുന്നുള്ളൂ? ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അവർ അതിന് മാത്രമേ ഇന്റർവെൻ ചെയ്യുന്നുള്ളൂ. ദെൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള ഫാക്ട് ഒക്കെ അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി പൂർണ്ണമായിട്ടും മിഡിൽ ലെവലിലും അതുപോലെ ലോവർ ലെവലിലുള്ള സൂപ്പർവൈസേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൈനർ ഡീവിയേഷൻസ് മേ ബി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ലോ ലെവൽ സൂപ്പർവൈസേഴ്സ്. ക്ലിയർ? ദെൻ ഫോർത്ത് വൺ, it gives employees responsibility to take a decision and fulfill their work. പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, അതുപോലെ വർക്കേഴ്സ് ആണ്. അപ്പോൾ ഈ മൈനർ ഡീവിയേഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ലോവർ ലെവലിലേക്കാണ്. അപ്പോൾ ഈ ലോവർ ലെവലിൽ ആരുണ്ട് കൂടുതലായിട്ട്? വർക്കേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഗിവ്സ് എംപ്ലോയീസ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ടു ഫുൾഫിൽ ദർ വർക്ക്. അപ്പോൾ ഡിസിഷൻസ് എടുക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് എംപ്ലോയീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഏതിൽ? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ മാനേജീരിയൽ ലെവൽ ആൻഡ് സ്പെൻഡ് ദർ ടൈം മോർ ഇഫക്റ്റീവ്ലി ഇൻ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ്. അപ്പോൾ മാനേജീരിയൽ അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ആളുകളുടെ വർക്ക് ലോഡ് ആൻഡ് സ്പെൻഡ് ദർ ടൈം മോർ ഇഫക്റ്റീവ്ലി ഇൻ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് സിഗ്നിഫിക്കൻറ്റ് ഏരിയാസിന് മാത്രമേ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇൻവോൾവ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കിൻ്റെ വർക്ക് ലോഡിൻ്റെ വോളിയം കുറയുകയും ചെയ്യുന്ന വർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കടന്നു വരികയും ചെയ്യും. ആർക്ക്? ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്. എന്ത് മുഖേന? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ മുഖേന. ക്ലിയർ അല്ലേ? ദെൻ സിക്സ്ത് വൺ, ഇറ്റ് ക്യാൻ ബ്രിങ് ഫോർവേഡ് ബിസിനസ് എറേഴ്സ് ആൻഡ് ഓവർസൈറ്റ് ineffective strategies that need to be improved, changes in competitions and business opportunities. It can bring forward business errors. ഒരുപാട് എറേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബിസിനസ് റൺ ചെയ്തു പോകുന്ന സമയത്ത് എനാക്ട് ചെയ്യാം. ആൻഡ് ഓവർസൈറ്റ്സ് ഉണ്ടാവുന്നു. ദെൻ ഇൻഇഫക്റ്റീവ് സ്ട്രാറ്റജീസ്, ഇഫക്റ്റീവ് അല്ലാത്ത ഒരുപാട് തന്ത്രങ്ങൾ അതിനകത്ത് പോളിസീസ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് നീഡ് ടു ബി ഇംപ്രൂവ്ഡ്. എന്ത് ചെയ്യണം? അതൊക്കെ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടുന്നു. ദെൻ ചേഞ്ചസ് ഇൻ കോമ്പറ്റീഷൻസ് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്ററിൻ്റെ സക്സസും അല്ലെങ്കിൽ അയാളുടെ ഫെയിലിയറും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പുതിയ ബിസിനസ് യൂണിറ്റിന് റൺ ചെയ്ത് പോകണമെങ്കിൽ. അപ്പോൾ അയാളുടെ ഫെയിലിയർ എന്താണ് അല്ലെങ്കിൽ അയാളുടെ സക്സസ് എന്താണ്, നമ്മൾ നേരിടേണ്ട ത്രെഡ്സ് എന്താണ് എന്നുള്ള ഫാക്ടിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന്റെ ഫീച്ചേഴ്സ് എന്നെല്ലാമാണ്. Then let's go. Importance of management by exceptions.
Importance of management by exception. Management by exception importance എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം. The number 1, easy determination of responsibility. Easy determination of responsibility. Easy determination of responsibility. The predetermined objectives, standards of job performance, duties and rights are defined and specified in detail for all the different levels of management. Then top level management crucial ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഓഫീസിനെ അല്ലെങ്കിൽ യൂണിറ്റിനെ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആണ്. ആ എടുത്തിട്ടുള്ള ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് പ്രീ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നു. ദെൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കേണ്ട ജോബ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഏത് രീതിയിൽ ആയിരിക്കണം, അതിന് വേണ്ട സ്റ്റാൻഡേർഡ് എത്ര റേറ്റിലാണ് നിശ്ചയിക്കേണ്ടത്, ഇതൊക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏതാണെന്നും എത്ര ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നും അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബജറ്റ് അല്ലെങ്കിൽ പ്ലാൻഡ് എങ്ങനെ ആണ് എന്നുള്ളതും ഈസിലി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? Then second one, save time. Save time. ടൈം സേവ് ചെയ്യാൻ പറ്റുന്നു. ആർക്കാണ് ടൈം സേവ് ചെയ്യാൻ പറ്റുക? ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ടൈം സേവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റുട്ടീൻ ആയിട്ടുള്ള ഫാക്ടൊക്കെ അല്ലെങ്കിൽ മാറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, ലോവർ ലെവലിലുള്ള സൂപ്പർവൈസേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ആ ടൈം സേവ് ചെയ്യുന്നതോടുകൂടി വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനും അതോടുകൂടി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യിപ്പിക്കുവാനും ടോപ്പ് എക്സിക്യൂട്ടീവിന് സാധിക്കും. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം after delegating the authority to perform daily routine jobs and other decisions as per the requirement of situations or needs. നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ്, അതായത് അവരുടെ വർക്കേഴ്സിൻ്റെ, മാനേജേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൽ ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇൻ്റർവെൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരേക്കും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണോ അതൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. ആർക്ക്? ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അതുകൊണ്ട് സേവ് ടൈം. ദെൻ തേർഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് എബിലിറ്റീസ്. തേർഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് optimum utilization of abilities. ആരുടെ എബിലിറ്റീസ്? ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ or employees of an organization. The techniques involved in the management by exception highlights the total decision making pattern at the different levels of management, whereby each respective individuals in his capacity according to his managerial level in independent to take decision is totally responsible for its outcome or action. എന്ന് പറഞ്ഞാൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് അതോറിറ്റിയും അതുപോലെ റെസ്പോൺസിബിലിറ്റീസും ഡെലിഗേറ്റ് ചെയ്യുന്നു ബോത്ത് മിഡിൽ ആൻഡ് ലോവർ ലെവൽ സൂപ്പർവൈസേഴ്സ് or employees of an organization. So
ആ ഒരു വർക്ക്, അതായത് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ടോട്ടൽ വർക്ക് പെർഫോം ചെയ്ത് കൊടുക്കേണ്ട റൈറ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പവർ ആർക്കാണ്? ഈ മിഡിൽ ആൻഡ് ലോവർ ലെവൽ എംപ്ലോയീസിന്. അപ്പോൾ ആ ഒരു വർക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കപ്പാസിറ്റീസ്, അതായത് ഓരോരുത്തരുടെയും സ്കില്ല്, നോളേജ്, എബിലിറ്റി, കപ്പാസിറ്റീസ് അവരെന്ത് ചെയ്യുന്നു? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിന്, അതായത് ഒരു ഗൈഡ് മാത്രമാണ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് നൽകുന്നത്. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളേജ് അത് അവർ മാക്സിമം എന്ത് ചെയ്യുന്നു? ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അതായത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലോവർ ലെവലിലും മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസ് മാക്സിമം അവരുടെ കപ്പാസിറ്റീസ് യൂട്ടിലൈസ് ചെയ്യും. സോ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ കീപ്പ് ചെയ്താൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് എബിലിറ്റീസ് ഓഫ് ദി എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Clear? Then fourth one, increases productivity. Fourth one, increases productivity. Increases productivity. Productivity increase ചെയ്യുന്നു. എങ്ങനെയാണ് productivity increase ചെയ്യുക? The application of management by exceptions techniques provide middle and lower level management with authority and responsibilities. Okay, authorityയും റെസ്പോൺസിബിലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. This helps them in job performance and make them feel to be part of business or industrial unit. ഓക്കെ, അപ്പോൾ ഓരോ ആളുകൾക്കും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കിട്ടുമ്പോൾ അയാൾക്ക് സ്വമേധയാ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഉണ്ടാകുന്നു. എന്ത്? അയാൾ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒരു പാർട്ടാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ എനാക്ട് ചെയ്യുന്നു. ആര്? ലോവർ ലെവലിലും അതുപോലെ മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസ്. സോ അത് കാരണം ആ ഒരു യൂണിറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊടുക്കും. ഓക്കെ, then the above factor raises their esteem and respective managers or supervisors in turn give their wholehearted effort for the success of an organization objectives. അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സക്സസ് എന്നുള്ള ഒരു മൈൻഡിലാണ് ഈ പറയുന്ന മിഡിലും അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കപ്പാസിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനീൻ്റെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യുന്നു. അതോടെ പ്രൊഡക്ടിവിറ്റീൻ്റെ വോളിയം കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, എൻഹാൻസസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. Research and development. Enhances research and developments. Management by exception gives emphasis to timely, consistent supervision and assessment of activities as well as analyzing the total job performance. അപ്പോൾ അവിടെ ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, സൂപ്പർവിഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, അസസ്മെന്റ് നടക്കുന്നുണ്ട്, അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ജോബ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോബ് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ എന്ത് അനലൈസിസ് പ്രോസസ്സ് നടക്കുന്നു. അതായത് അവിടെ ഒരു റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറിൽ ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ അത് റെക്ടിഫൈ ചെയ്തു പോകുന്നു ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ അവിടെ അസസ്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവിഷൻസിൻ്റെ ഇന്റർഫറൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യുന്നു? റെക്ടിഫൈ ചെയ്തു പോകുന്നു. ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ എൻഹാൻസ് ചെയ്യുന്നു. Okay, then sixth one, develops subordinates. Develop subordinates. Subordinates-നെ ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാണ് സബോർഡിനേറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുക? This technique of management by exception supports the development of
subordinates as authority given and also to freedom to take decisions. ഓക്കെ, അപ്പോൾ ഡിസിഷൻസ് എടുക്കുവാനുള്ള ഫ്രീഡം അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, അതോടൊപ്പം അതോറിറ്റീസും കൊടുക്കുന്നു. അപ്പോൾ ആ അതോറിറ്റി കിട്ടുമ്പോൾ ആ അതോറിറ്റിയിലുള്ള ഓരോ അതോറിറ്റിയിലും റെസ്പോൺസിബിലിറ്റീസ് ഇംപ്ലൈഡ് ആണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സ് എടുക്കുന്നു. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. ആ കാരണത്താലാണ് എന്ത് പറയുന്നത് ഇവിടെ ഡെവലപ്പ് സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെവലപ്സ് സബോർഡിനേറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻസും കൂടി ഈ പറയുന്ന ഇമ്പോർട്ടൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈസി ഡിറ്റർമിനേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരുടെ കമ്പനീൻ്റെ ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്താൽ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജോബ് പെർഫോമൻസ്, ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നു. സേവ് ടൈം ആർക്ക്, ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടറിൽ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻ്റർവെൻസ് നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് എക്സിക്യൂട്ടീവിന് പറ്റും. ദെൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് എബിലിറ്റീസ്, അതായത് ലോവർ ലെവലിലും മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ നോളേജ് ഇതെന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റീസിൻ്റെ വോളിയം കൂടുന്നു. ദെൻ എൻഹാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ആൾസോ ഡെവലപ്സ് സബോർഡിനേറ്റ്സ്.